ഗുഡ് മോർണിംഗ് എവ്രി വൺ. ഇന്ന് ഞാൻ എൻ്റെ കൃഷിത്തോട്ടത്തിൽ കൂടെ ഇറങ്ങി നടക്കുക. ഇതൊക്കെ ഇത്രയാക്കാൻ നല്ല ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. കഴിഞ്ഞ 7 മാസം എത്രയോ ഇതിൻ്റെ പുറകിൽ ഞങ്ങൾ ടൈം സ്പെൻഡ് ചെയ്തു. അതിന് വിഷമമൊന്നുമില്ല. ഇറ്റ് ഈസ് എ വെരി ഇറ്റ് ഈസ് എ വെരി നമുക്ക് ഒരു സന്തോഷം തരുന്ന മൂമെൻറ്റ്സ് ആയിരുന്നു. ഇതുപോലെ തന്നെ ഞാനിപ്പോൾ ഈ പ്ലാവിൻ്റെ കീഴെ നിൽക്കുക. ഇത്രയും ഫ്രൂട്ട് ഈ ചെറിയ പ്ലാവ് എടുക്കുമോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. എനിക്ക് ചക്കയൊക്കെ ഇഷ്ടമാണ്, പക്ഷെ അതിൻ്റെ വേസ്റ്റ് എങ്ങനെ ഡിസ്പോസ് ചെയ്യണമെന്നറിയത്തില്ല. സീഡൊക്കെ നമുക്ക് ഒരു പരിധി വരെ തിന്നാം, അതിലും കൂടുതൽ ഇതിരുന്ന് ചിരണ്ടാനൊന്നും ഉള്ള കപ്പാസിറ്റി എനിക്കില്ല. ബ്രോട്ട് അപ്പ് ഇൻ എ സിറ്റി, ലിവിങ് ഇൻ സ്മോൾ ഹൗസസ്, നമുക്കത്രയൊക്കെ ഇത് പഠിപ്പിച്ചിട്ടുള്ളൂ നമ്മളെ ലൈഫിൽ. അന്നേരം വന്നിട്ട് കൃഷി ചെയ്യുക, അതിൻ്റെ പുറകിന് നോക്കി നടക്കുക, ഇറ്റ്സ് ഡിഫിക്കൾട്ട്. ഇപ്പം അപ്പാപ്പനാണെങ്കിൽ എന്നും പറയായിരുന്നു, ഒരു കൃഷിക്കാരനാണെങ്കിൽ എല്ലാ ദിവസവും രാവിലെ യു ഷുഡ് ബി ഓൺ യുവർ ഫാം. അവിടെ ചെന്ന് എന്തുവാ ഡാമേജ്, എന്തുവാ ഏത് എങ്ങനെ ഗ്രോ ചെയ്യുന്നു എല്ലാം നോക്കി പഠിക്കണം. എന്തുവാ അതിൻ്റെ പ്രോഡക്റ്റ്. ഞാൻ ലൈറ്റിൻ്റെ സൈഡിലോട്ട് പോകുമ്പം ചിലപ്പം വെട്ടം കാരണം കാണത്തില്ല കേട്ടോ. ഇന്നലെ ഭയങ്കര വലിയൊരു കാറ്റായിരുന്നു. ആ കാറ്റ് ഞങ്ങളുടെ ഒരു റബ്ബർ മരം താഴോട്ട് വരുന്നു. എവിടെ അത് വീഴാൻ അതിന് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കുരുമുളകിൻ്റെ പൈപ്പിൻ്റെ പുറത്തോട്ടാണ് വീണത്. അതുകൊണ്ട് കുറച്ച് ഡാമേജൊക്കെ ഉണ്ട്. വിൽസൺ അച്ഛൻ രാവിലെ അത് ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുക. വിൽസൺ അച്ഛൻ ഭയങ്കര ഹാർഡ് വർക്കറാണ്. എന്നെക്കൊണ്ട് അത്രയും വർക്ക് ചെയ്യാൻ നോക്കത്തില്ല. അത് ഓൾവേസ് ഞാൻ എല്ലായിടത്തും പറയുന്ന കാര്യമാണ്. വിൽസൺ സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് വന്നപ്പോൾ ഉള്ള വണ്ണമൊന്നും ഇപ്പോൾ ഇല്ല എല്ലാം. ബട്ട് അത് ഹെൽത്തിൻ്റെ ഒരു സൈഡാണ്. ഐ തിങ്ക് ഹി ഈസ് മോർ ഹെൽത്തിയർ ദാൻ മീ ആൻഡ് ഹി കീപ്സ് ഹിംസെൽഫ് ബിസി. പിന്നെ നമ്മൾ എപ്പോഴും ലേബറിൻ്റെ പുറത്ത് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാനൊക്കത്തില്ല. ഇപ്പം ലേബർ ഒന്നും അത്ര അവൈലബിൾ അല്ല. അതുപോലെ പിന്നെ അവരുടെ താളത്തിന് നമ്മൾ തുള്ളണം, വിച്ച് ഈസ് നോട്ട് ഈസി. നമ്മൾ ഈ വെളിയിലത്തെ വർക്ക് കൾച്ചറൊക്കെ കണ്ടിട്ട് ഇവിടെ വരുമ്പം ഈ ലാഗ് ഇൻ വർക്ക് ഈസ് എ ബിഗ് പ്രോബ്ലം. ചിലപ്പോൾ ഞാൻ കറക്റ്റ് വേർഡായിരിക്കത്തില്ല യൂസ് ചെയ്യുന്നത്. ഇറ്റ്സ് നോട്ട് ഈസി. എന്നാലും some work we cannot do. That is why we have to depend on others. ലൈഫിൽ ഒത്തിരി പ്രോബ്ലംസ് നമുക്ക് കൊണ്ടുവരും. ബട്ട് ഹൗ വി ഔട്ട്ലിവ് ഇറ്റ്, ഹൗ വി കം ഔട്ട് ഓഫ് ഇറ്റ്, ദാറ്റ് ഇസ് ദ thing we have to see. We can't sit quietly and think that everything will become all right by its own. You have to put in your efforts to do that. ഞാൻ എപ്പോഴും ഈ നാരകത്തിൻ്റെ കീഴെ വന്നിട്ട് ഇങ്ങനെ നോക്കും. ഒരു നാരങ്ങ അല്ലെങ്കിൽ ഒരു ഓറഞ്ചോ എന്തെങ്കിലും ഒന്ന് കാണിച്ചതായോ? ഇവിടെ ഒന്നും കാണാനില്ല. പിന്നെ ഇത് കണ്ടില്ലേ, കുറേ ക്രീപ്പേഴ്സ്. ഇത് ക്രീപ്പറല്ല, നമ്മുടെ എന്തോ അതിന് പറയുന്ന ഐവി ഗോഡ്, അതിന് കോവയ്ക്ക.
കോവയ്ക്കായി നിൽക്കുന്നത്, ഈ കയറി പോകുന്നത്. ആ പാവം തെങ്ങിനെ സ്ട്രാങ്കിൾ ചെയ്യുക. പിന്നെ ഞാൻ എവിടെ നിർത്തിയതാണ്. എനിക്ക് ഇങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്. ഒരു ടോപ്പിക്കിൽ നിന്ന് വേറൊരു ടോപ്പിക്കിലോട്ട് ചാടിക്കഴിഞ്ഞാൽ എന്തോ ആയിരുന്നെന്ന് പോലും ഓർമ്മയില്ല. സാരമില്ല, അതാ ജീവിതം, എൻ്റെ ജീവിതം. ഇവിടെ ഒരു കുരുമുളകിനെ കാണിക്കാനാണ് ഞാൻ നോക്കുന്നത്. അതെ, ഇതിപ്പം ചെറുതാണെന്ന് തോന്നുന്നു. എല്ലാം വലിയ തിരിയുള്ളതൊക്കെയാണ് മേടിച്ചത്. ഓക്കെ, ചിലപ്പം ഫസ്റ്റ് ഇയർ ആയതുകൊണ്ടായിരിക്കും. ഇതേ നമ്മുടെ സപ്പോട്ട 2 ഉണ്ട്. ഇങ്ങനെ വളർന്നു വരുന്നു. അവിടെ ഒരു നരകത്തിൽ ഒരെണ്ണം പിടിച്ചിട്ടുണ്ട്. അവിടെ ഒരു നാരങ്ങ പിടിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ മോസമ്പിയും നാഗ്പൂർ ഓറഞ്ചിന് എപ്പോഴാണ് വരുന്നതെന്ന് നോക്കി നടക്കുക. ഇത് ഞാവൽ ഇച്ചിരി മണ്ടയ്ക്കോട്ട് കയറി പോകുന്നുണ്ട്. പിന്നെ വേറെ എന്നാ കാണാൻ? ഇത് നിങ്ങളെ ആദ്യവും കാണിച്ചതാണ്. ഒരു മഴ കഴിഞ്ഞപ്പം ഉള്ള ഇതാ. ലൈഫിൽ ഒത്തിരി കാറ്റുകൾ വരുമല്ലോ. ചിലപ്പോൾ അത് പതുക്കെ ആയിരിക്കും, ചിലപ്പോൾ അത് നമ്മളെ തന്നെ ഷെയ്ക്ക് ചെയ്തിട്ട് പോകും. ആ ഷെയ്ക്കിങ്ങിൽ നമ്മൾ സ്റ്റിൽ റൂട്ടഡ് ഓൺ ടു ദ ഗ്രൗണ്ട് ആണോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ബിക്കോസ് ലൈഫ് ഹാസ് ഇറ്റ്സ് ഓൺ ചലഞ്ചസ്. ആ ചലഞ്ച് എങ്ങനെ നമ്മൾ മറികടക്കും എന്നുള്ളതാണ്. ഇവിടെ കുറച്ച് മഷ്റൂംസ് വരുന്നുണ്ട്. പണ്ട് ഇവിടെ കുറേ മഷ്റൂം ഉണ്ടായിരുന്നു. ഇത് നല്ല മഷ്റൂമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വീഡ് മാറ്റ് ഇട്ടുകൊണ്ട് നമുക്ക് അത്രയും വരുന്നില്ല. ഡാഡി പണ്ട് പറയായിരുന്നു ഇവിടെ മുഴുവനും മഷ്റൂം വരുമെന്ന്. ഡാഡി ബക്കറ്റ് കണക്കിന് മഷ്റൂം പറിച്ചുകൊണ്ട് പോയിട്ടുണ്ടെന്ന് പറയും. ഇപ്പം വീഡ് മാറ്റിൻ്റെ വേറൊരു ഇത് നമുക്ക് മഷ്റൂം കിട്ടത്തില്ല. അതുകൊണ്ട് ഇവിടെയൊക്കെ വരുന്നുണ്ട് മഷ്റൂം. എവിടെയൊക്കെ അതിനൊരു സ്പോട്ട് കിട്ടുന്ന സ്പോട്ടിലെല്ലാം മഷ്റൂം വരുന്നുണ്ട്. പിന്നെ ഇതൊക്കെ ഉള്ളൂ. എനിക്ക് അഡ്വൈസ് പറയാനൊന്നും അറിയത്തൊന്നുമില്ല. വർത്തമാനം പറയാൻ പോലും നല്ലപോലെ അറിയത്തില്ല, പിന്നല്ലേ അഡ്വൈസ്. എന്നാൽ ശരി, എല്ലാവർക്കും നല്ലൊരു മോർണിംഗ്, നല്ലൊരു ദിവസം ഇരിക്കട്ടെ. ബൈ ബൈ.